ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ബിന്ദുസ് കുക്കിംഗ് ഫോർമുല. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അതിലില്ല. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോൾ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സമയം ഏകദേശം 6:15 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എല്ലാവർക്കും ഉള്ള ചായ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത എൻ്റെ പരിപാടി, തലേ ദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട്. അതിനെയൊക്കെ എടുത്ത് മാറ്റി അതാത് സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ്. എത്ര തിരക്കാണെങ്കിലും ഞാനത് രാവിലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ചായയുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് തലേ ദിവസം അരച്ചു വെച്ച ഇഡലിയുടെ മാവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി നിൽക്കുകയാണ്. അടപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, ഭാഗ്യത്തിന് പുറത്തേക്ക് ചാടിയില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നില്ല. ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ചട്നിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കാം, എന്നിട്ട് സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇഡലി ആദ്യം തന്നെ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയിട്ട് മാവ് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാവ് ഇരുന്ന് വല്ലാതെ പുളിച്ചു പോകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ അരിച്ച് എല്ലാവർക്കും ഉള്ള കപ്പുകളിലേക്കൊക്കെ ആക്കിയിട്ട് ആദ്യം തന്നെ ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചായക്കപ്പുമായിട്ട് ഞാൻ ബാൽക്കണിയിലേക്കാണ് പോയത്. അവിടെ ഇരുന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ സാധാരണ സ്കൂളുള്ള ദിവസമൊന്നും ഇത് നടക്കാറില്ല. രാവിലെ തിരക്കിട്ട ജോലിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഫ്രീ ആണ്. അതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഇത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇഡലിയും കൂടെ വയ്ക്കുകയാണ്. അപ്പോൾ ഇഡലി തട്ടിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇഡലി മാവ് കോരി ഒഴിക്കാം. അപ്പോൾ സിങ്കിൽ ഒരു 3-4 പാത്രങ്ങൾ വന്നു കഴിഞ്ഞു. അത് അപ്പം തന്നെ അങ്ങ് കഴുകി മാറ്റുകയാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി കിടന്നു കഴിഞ്ഞാൽ ആകെ ഒരു ബഹളമാവും. അതുകൊണ്ട് ചായ ഇട്ട പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കുകയാണ്.
ഇനിയിപ്പോൾ സാമ്പാർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ടൊന്ന് കുതിർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കുതിരുന്ന സമയം കൊണ്ട് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ പെട്ടെന്ന് തട്ടിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. വെളിച്ചെണ്ണ തടവിയാൽ തന്നെ വേഗം വിട്ട് കിട്ടും. എന്നാലും കുറച്ച് വെള്ളം തളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയം ആസ്റ്റർ ലാബിൽ നിന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഹോം കളക്ഷന് വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് വരുത്തുന്നത്. അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് തോന്നി. രാവിലെ വിളിച്ചവരപ്പം തന്നെ വരികയും ചെയ്തു. അച്ഛൻ്റെ ബ്ലഡ് കൊടുത്ത ശേഷം അച്ഛൻ അമ്പലത്തിലേക്ക് പോയി. അമ്മയും പിന്നെ ഞാനും ബ്ലഡ് കൊടുത്തു. കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. അപ്പോൾ ഇഡലി കാസറോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു സെറ്റ് ഇഡലിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ രാത്രി എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമാണ് ഇഡലി. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക ഞാൻ സാമ്പാർ ഒന്ന് തിളച്ച ശേഷം ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കുക്കറിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇത് വെന്ത് കലങ്ങി മുരിങ്ങയ്ക്ക പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ സദ്യ റെസിപ്പീസിൽ കിടപ്പുണ്ട് സാമ്പാറിൻ്റെ വീഡിയോ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിൽ കായത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമാവുന്നുള്ളവർക്ക് കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച ശേഷം മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് സെപ്പറേറ്റ് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. പുളി ഒഴിക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ വല്ലാതങ്ങ് അതിൻ്റെ ഒരു വഴുവഴുപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാല് കൊണ്ടുവന്നു. അപ്പോൾ പാല് ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ച് ഇതുപോലെ ബോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. ഇതേപോലത്തെ ഒരു 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ബോട്ടിലാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ പാലോ ഒക്കെ ആക്കിയിട്ട് വയ്ക്കാവുന്നതാണ്. വെണ്ടയ്ക്ക ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, സാമ്പാർ പൊടി എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയും കായപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ പൊടികളും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഒപ്പം തന്നെ ഇട്ടൊന്ന് ഇതുപോലെ ചൂടാക്കി എടുത്താൽ മതിയാവും. തീ ഓഫ് ചെയ്തിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഡലിക്ക് ആവശ്യമായിട്ടുള്ള ചട്നിയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. തേങ്ങയും ചുവന്ന മുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും പിന്നെ ഇത് മല്ലിയിലയുടെ തണ്ടാണ്. അത് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ തണ്ടിൽ കുറച്ച് ഇല ഉണ്ടാവും, അതും കൂടെ ചേർത്തിട്ടൊന്ന് അരയ്ക്കാറുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് ഇതുപോലെ അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇല കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. സാമ്പാറിൻ്റെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പൊടികളും ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പ് വാളംപുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. വാളംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കയും പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒന്ന് കടുക് താളിച്ചിടേണ്ട കാര്യമുള്ളൂ.
അപ്പം ഞാനിവിടെ വെണ്ടയ്ക്ക വഴറ്റിയ അതേ പാനിൽ തന്നെ കടുക് താളിച്ചിടുകയാണ്. സാമ്പാറിനും ചട്നിക്കുമുള്ള കടുക് ഒന്നിച്ച് താളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ വേണ്ടൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷം ഉച്ച ഊണിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ സാമ്പാർ രാവിലെ കോമൺ ആയിട്ട് രണ്ടിനും കൂടെയാണ് ഉണ്ടാക്കിയത്. കുക്കറിൽ ചോറാണ്. ചോറ് ഏകദേശം ആയിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സാമ്പാറിനെടുത്ത ശേഷം ബാക്കിയുള്ള വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അളവിൽ തന്നെയുണ്ട്. അപ്പോൾ അതങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വട്ടത്തിൽ കഴുകി അരിഞ്ഞ വെണ്ടയ്ക്കയാണ്. അത് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട്, അപ്പോൾ ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വയ്ക്കും. അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ മാറിയ ശേഷം പിന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അങ്ങനെയാണ് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സാധാരണയായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ചില സമയത്ത് പച്ചമുളക് കീറിയിടാറുണ്ട്. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ യോജിപ്പിക്കുക. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇരുന്ന ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഏകദേശം ഒന്നായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് മൊരിയണം. അപ്പോൾ അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിലേക്കൊന്ന് പോയി. ലുലുവിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് വന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ് ഞാൻ തിരിച്ചെത്തിയത്. അപ്പോൾ ഇനി അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ അതത് സ്ഥാനത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തൈര്, ബിസ്ക്കറ്റ്, അങ്ങനെ ബ്രെഡ്, പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതത് സ്ഥാനങ്ങളിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ടതൊക്കെ അങ്ങോട്ട് വെക്കണം. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച ശേഷം പിന്നെ ഊണ് കഴിക്കാനായിട്ടിരുന്നു. ഊണിന് സാമ്പാർ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയ മാംഗോ പിക്കിള്, പിന്നെ യോഗേർട്ട് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ട് നോൺ വെജോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഊണൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.